ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു രീതിയിൽ കേര അച്ചാറിടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ മീനൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ അതിലോട്ട് ഇടുന്ന നേരത്ത് കുറച്ചും കൂടി ഒന്ന് കുനുകുനാക്കി കൊടുത്താൽ മതി. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചോപ്പറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മൺചട്ടിയിലാണ് കേട്ടോ ഞാനിന്ന് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ അതിലോട്ട് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 2 സ്പൂൺ കടുകും പൊട്ടിച്ചെടുക്കാം നമുക്ക്. ഇനി അതിലോട്ടായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 3-4 പച്ചമുളകും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ മീനിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ മാങ്ങയാണെങ്കിൽ അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാൻ 2 സ്പൂൺ മുളക് പൊടി, ഇത് നോർമൽ മുളക് പൊടിയാണ്. പിന്നെ ഞാൻ ഇതിലോട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്പൂൺ ഒരു സാധാ മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ തീ ഫ്ലെയിം എപ്പോഴും സിമ്മിലിടാം കേട്ടോ. ഇനി കാശ്മീരി ചില്ലി പൗഡറും കൂടി ഞാൻ ഒരു 3 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അല്ലെങ്കിൽ അച്ചാറിനൊരു ഗ്രേവി ഉണ്ടാവില്ല. അപ്പോൾ അതിന് ആവശ്യമുള്ള അത്ര ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 3 സ്പൂണോളം ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതിലോട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലോട്ടായിട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മീനായതുകൊണ്ടാണ്, ഇത് ഓപ്ഷണലാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കുക. ഞാനിതിട്ട് കൊടുക്കുന്നത് ഇത് മീനിൻ്റെതായതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ചെമ്മീൻ ഇറച്ചി വെക്കുന്നതിന് കുറച്ച് മല്ലിപ്പൊടി ഇട്ടാലും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ അച്ചാർ പൊടിയില്ലേ. അപ്പോൾ ഞാനിവിടെ കൈരളിയുടെ ബ്രാൻഡാണ്, സാമ്പാർ പൊടി ആണെങ്കിലും അച്ചാർ പൊടി ആണെങ്കിലും ആ ബ്രാൻഡാണ്. അപ്പോൾ അത് ഏകദേശം അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി നമ്മുടെ എത്രയാണ് ഇപ്പോൾ അച്ചാറിൻ്റെ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 സ്പൂണോളം അച്ചാർ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂണ് കായപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വാടി അത്യാവശ്യം ഒരു ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒഴിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഈ ഒരു കൈപ്പിടിയിൽ വെള്ളം ഞാൻ തിളപ്പിച്ച് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇത് ചെയ്യാൻ നേരം ഇതിൻ്റെ ആ പുകയൊക്കെ കയറി ക്യാമറ ഇതൊക്കെ ആകെ മങ്ങിയിരിക്കണായിരുന്നു. പിന്നെ ലെൻസൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ബാക്കി വീഡിയോസ് എടുത്തത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ചും കൂടി വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ അച്ചാറിന് അത്യാവശ്യം ഗ്രേവി വേണമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ വറ്റിക്കഴിഞ്ഞാൽ ഒട്ടും ഗ്രേവി ഇല്ലാത്ത പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഇതൊന്ന് വറ്റും. അപ്പോൾ നമുക്ക് ഗ്രേവി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഫോണിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് നല്ല കളറായിരുന്നു മീനിൻ്റെത്. അത് ഈ ഒന്നാമത് രാത്രിയാണ് ഇത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് ഇത്ര അങ്ങോട്ട് ക്ലാരിറ്റി ഇല്ലാത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തിളപ്പിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാത്രമാണ് ഞാനിവിടെ വിനാഗിരി ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിലാവശ്യമായിട്ടുള്ള
ഒരു 2.5 ടേബിൾ സ്പൂണോളം വിനാഗിരി ഞാനിതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു അളവാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെയോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ അച്ചാറിടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ട്യൂണ ഫിഷ് പിക്കിൾ അല്ലെങ്കിൽ നമ്മുടെ കേര അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തതിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, ബൈ.